കേരള രാഷ്ട്രീയത്തിലെ നിത്യഹരിത നായകനായിരുന്നു ശ്രീ കെ എം മാണി. കേരള കോൺഗ്രസിൻ്റെ ജന്മദോഷമായ പിളർപ്പുകളെ അതിജീവിക്കുന്നതിൽ അസാമാന്യ പാടവം കാട്ടിയ നേതാവ്. അദ്ദേഹത്തിന് ഓശാന പാടിയവർ തന്നെ ഇപ്പോൾ ക്രൂശിക്കാനായി മുറവിളി ഉയർത്തുമ്പോൾ ഇത് അദ്ദേഹത്തിന് പീഡാനുഭവ കാലം. പി സി ജോർജിനെയും ബാർക്കോഴ കേസിനെയും മറികടന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കാണുന്നുണ്ടോ? നേരെ ചൊവ്വയിൽ മന്ത്രി ശ്രീ കെ എം മാണി സാറിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചൊരു തമാശയുണ്ട്. കർത്താവേ, എൻ്റെ ശത്രുക്കളെയൊക്കെ ഞാൻ നേരിട്ടുകൊള്ളാം, പക്ഷേ മിത്രങ്ങളിൽ നിന്ന് അങ്ങ് കാത്തുകൊള്ളണമേ എന്ന്. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ മാണി സാറിൻ്റെ മിത്രങ്ങളല്ലേ? അത് എനിക്കെന്നും പ്രശ്നങ്ങളിങ്ങനെ രാഷ്ട്രീയത്തിൽ പരീക്ഷണങ്ങളുണ്ടല്ലോ. അത് ശത്രുമിത്രമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പരീക്ഷണങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ വിശുദ്ധ വാരമാണ്. പി സി ജോർജ് പറയുന്നത് പോലെ മാണി സാറിന് ഒരുപാട് കാര്യങ്ങൾ കുമ്പസാരിക്കാനുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ധ്യാനത്തിന് പോകുന്നുണ്ട്. എല്ലാ വർഷവും ധ്യാനത്തിന് പോകും. ഇത്തവണയും ധ്യാനത്തിന് പോകും. അതിപ്പോൾ പി സി ജോർജ് പറഞ്ഞിട്ട് കുമ്പസാരിക്കാൻ പോകുന്നൊന്നുമല്ല. ഞാൻ സാധാരണ കുമ്പസാരവും കുർബാനയ്ക്കുള്ള പാടമൊക്കെ എനിക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും അത് വർഷത്തിലൊന്നല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പി സി ജോർജിന് അറിയാൻ മേലായിരിക്കും. ഇപ്പം ശത്രുക്കളെയും മിത്രങ്ങളെയും ഒന്നും വേർതിരിക്കാതെ ഇത്രയും കാലം പോയ മാണി സാറിന് ഈ 83-ാമത്തെ വയസ്സിൽ വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്ന ഈ വിവാദം ഉണ്ടായപ്പോൾ എന്താണ് തോന്നിയത്? എനിക്കങ്ങനെ വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ടോ? ആഘാതം ഉണ്ടാക്കുന്ന വിവാദം ഉണ്ടായിട്ടുമില്ലല്ലോ. ചുമ്മാ ഇങ്ങനെ വിവാദങ്ങൾ വരികയല്ലേ. ഞാൻ പറഞ്ഞ എപ്പോഴും മാമ്പഴം ഉള്ള മായല്ല കല്ലെറിയുള്ളൂ. മാണി സാറിന് മാത്രമല്ല, UDFിലും ഇപ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട്. ഭരണം നിലനിർത്തുക എന്നത് വലിയൊരു ബാധ്യതയായിട്ട് ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ തോന്നുന്നുണ്ട്. അതിന് മാണി സാർ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് അവർ ഉറ്റുനോക്കുന്നുണ്ട്. പി സി ജോർജ് പ്രശ്നത്തിൽ മാണി സാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ? ഇതിന് വിട്ടുവീഴ്ചയുടെ കാര്യമൊന്നുമില്ലല്ലോ. ഇതിന് വിട്ടുവീഴ്ച ഞാനുള്ളത് പറയും, ആവശ്യമായിട്ടുള്ളത് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അതായത് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ലല്ലോ. ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളല്ലേ. ഈ കാര്യത്തെ സംബന്ധിച്ച് പാർലമെൻ്ററി പാർട്ടി ഒന്നിച്ചുകൂടി പി സി ജോർജ് ഇല്ലാതെ 8 പാർലമെൻ്ററി MLA ഒരുമിച്ച് കൂടി, ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാവരും കൂടി തീരുമാനമെടുത്തു. എന്നെ നിർബന്ധിച്ച് തീരുമാനം എടുക്കുന്നു, അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ തീരുമാനം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനും ശ്രീ PJ ജോസഫ് കൂടി അവരുടെ തീരുമാനം മുഖ്യമന്ത്രിയെ പോയി എഴുതി അറിയിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി നടപ്പിലാക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലേ. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഇൻ്റർണൽ മാറ്റമല്ലേ. ആരാണ് ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കേണ്ടത്? ആ കാലാകാലങ്ങളിൽ ഒരാൾ തന്നെ എപ്പോഴും എല്ലാ പ്രാവശ്യവും പോയെന്ന് വരികയില്ല. ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയുടെ ഡെലിഗേഷനെ പിൻവലിക്കുകയും പുതിയ ആളെ നിയമിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ആൾ ഇന്നയാളെ ഞങ്ങളിതാ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് പിൻവലിക്കുന്നു, ഇനി വേറെ ആളെ തരുന്നതാണ് എന്ന് പറഞ്ഞാൽ ആർക്കും തടഞ്ഞു വയ്ക്കാൻ അവകാശമില്ല. പാർട്ടിയുടെ വീക്ഷണത്തിൽ അതൊരു ആഭ്യന്തര പ്രശ്നം മാത്രമാണ്. പക്ഷേ സർക്കാരിൻ്റെ വീക്ഷണത്തിൽ, ഭരണമുന്നണിയുടെ വീക്ഷണത്തിൽ അത് ഈ ഗവൺമെൻറ്റിനെ തന്നെ പിടിച്ചൊളിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ്. ഒരു നിസ്സാര പ്രശ്നം. ഗവൺമെൻറ് ഇവിടെ പിടിച്ചൊളിക്കാൻ പറ്റുന്നു. പി സി ജോർജ് മുന്നണിക്ക് പുറത്തു പോയാൽ സർക്കാരിൻ്റെ നിലനിൽപ്പിന് അതൊരു ഭീഷണിയാണെന്ന് അതൊക്കെ എന്ത് ഭീഷണിയാന്നേ. ഇത് വലിയ ചുമ്മാ ഇല്ലാത്ത വലിയ ഒരു മുഴുപ്പ് കാണിക്കുക. ഇതിനകത്ത് ഒന്നുമില്ല, ഒരു നിസ്സാരം. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പി സി ജോർജിനെ മാറ്റാൻ ഉമ്മൻചാണ്ടി തീരുമാനമെടുക്കുന്നു എന്ന് കരുതുക. എന്നാലും പി സി ജോർജിന് വലിയ ഉലച്ചിൽ വരാത്ത രീതിയിൽ ഈ UDFിൽ തന്നെ അദ്ദേഹത്തെ നിലനിർത്തണമെന്ന് വാദിക്കുന്ന UDF നേതാക്കളുണ്ട്, പ്രധാനപ്പെട്ട UDF നേതാക്കളുണ്ട്. അത് സമ്മതിക്കുമോ മാണി സാർ? ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഞങ്ങളിപ്പോൾ വേറൊരു രണ്ട് കേരള കോൺഗ്രസിന് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനില്ലല്ലോ. ഒരു കേരള കോൺഗ്രസ് ഇപ്പോൾ ഉള്ളൂ. ആ കേരള കോൺഗ്രസ് ഞങ്ങളുടെ കേരള കോൺഗ്രസ്സാണ്. ഇനി പുതിയ കേരള കോൺഗ്രസ് ഉണ്ടായ എല്ലാത്തിനെയും ഘടകകക്ഷിയായിട്ട് വെക്കും. ഇല്ലല്ലോ, അതൊക്കെ വരട്ടെ. അതൊക്കെ നമുക്ക് ചില UDFിന് ചില മുന്നണി മര്യാദകളും മുന്നണി സംസ്കാരങ്ങളും ഉണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ആരും ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാണി സാർ പറയുന്നത് പോലെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പി സി ജോർജിനെ മാറ്റുന്നു. UDFിൽ അദ്ദേഹം പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നുമില്ല. എങ്കിലും അദ്ദേഹം പ്രത്യേകമായ ഒരു സ്റ്റേറ്റസിൽ UDFിൽ തന്നെ തുടരുന്നു. അതിന് താല്പര്യമുള്ള UDF നേതാക്കളുണ്ട്. അത് മാണി സാർ സമ്മതിക്കും? വരട്ടെന്ന്. ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസാണ്. ഇതെന്തിനു വരുന്നത്? അങ്ങനെയൊന്നും സ്വാഭാവികമല്ലല്ലോ. സ്വാഭാവികമല്ലാത്തൊരു കാര്യം കേരള കോൺഗ്രസിനോട് പറയുമോ? അതിനുള്ള ഒരു ധൈര്യം വരുമോ ആർക്കെങ്കിലും? സ്വാഭാവികമില്ലാത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? അതിൽ നിന്നു കൊടുക്കുമോ? ഇതൊക്കെ ഒന്നും ഉണ്ടാകാത്തൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് കാര്യം എന്തിനാണ്? UDFിൽ മറ്റൊരു കേരള കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ മാണി സാർ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞാനിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. നമ്മളെന്തിനാ ഒരു കാര്യം വരുമ്പോൾ ഓരോ കാര്യം വരും, അപ്പോഴപ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. അന്നേരം അതിനെ നമ്മൾ റിയാക്ട് ചെയ്താൽ മതിയല്ലോ, റെസ്പോണ്ട് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ചോദിക്കുന്നത് വളരെ നിർണായകമായ ഒരു ചോദ്യമായതുകൊണ്ടാണ്. പി സി ജോർജിന് MLA സ്ഥാനം നഷ്ടപ്പെടാതെ മുന്നണിയിൽ തന്നെ തുടരണമെന്നുണ്ട്. അത് അനുവദിക്കുന്നതാണ് സർക്കാരിന് നല്ലത് എന്ന് ചിന്തിക്കുന്ന UDF നേതാക്കളുമുണ്ട്. ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കേരള കോൺഗ്രസിൽ നിന്ന് ഒരാളെ കേരള കോൺഗ്രസ് വിട്ടാൽ ഉടനെ അയാളെ ഘടകകക്ഷിയായിട്ട് എടുക്കുമോ? കോൺഗ്രസിൽ നിന്ന് നാളെ ഒരാൾ വിട്ടാൽ അയാളെ ഘടകകക്ഷിയായിട്ട് എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്കൊരു പൊതു തീരുമാനം ചെയ്യുകയാണ്,
പൊതു തീരുമാനമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏത് ഈ ഘടകകക്ഷികൾ ഈ ആരൊക്കെ MLA-മാർ വിട്ടുപോയാലും അവരെയൊക്കെ പുതിയ ഘടകകക്ഷിയായിട്ട് എടുക്കുമെന്ന് തീരുമാനമുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത തീരുമാനമൊന്നും എന്നോടാരും പറയല. ഉമ്മൻചാണ്ടി ആ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അത് എന്തിനാന്ന് വരട്ടെന്ന്. എന്തിന് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്, വലിയ ഉരുള് പൊട്ടാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ ഇതിനെ കാണുന്ന ഒരു ചെറിയ കാര്യമായിട്ടേ ഉള്ളൂ. ഇതിനെന്താ അസ്വാഭാവികമായിട്ടൊരു കാര്യം? സാർ, നാടൻ ഭാഷയിൽ നമ്മൾ പറയില്ല അന്തവും കുന്തവും ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളാണ് PC ജോർജ്. അദ്ദേഹം ഏത് അറ്റം വരെയും പോകും, അദ്ദേഹത്തിന് ആരെയും പേടിയില്ല, എന്തും വിളിച്ചു പറയും. അത് ഭവിഷ്യത്തുണ്ടാക്കുമെന്നും അത് സർക്കാരിനെ പിടിച്ചുളിക്കുമെന്നും സാറിന് തോന്നുന്നില്ലേ? അന്തവും കുന്തവും ഇല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും PC ജോർജിലൊരു കുന്തം കയ്യിലേക്ക് കാണും. കുന്തമാണ് എപ്പോഴും, ഇങ്ങനെ കുത്തി നോവിപ്പിക്കാന്ന് പറയല്ലോ, ഇങ്ങനെ കുത്തുക. അത് ജോർജിൻ്റെ ഒരു പ്രകൃതമാണ്, ആരെയും കുത്തും. മുന്നണിക്ക് പുറത്ത് പോകുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് പോകുന്ന PC ജോർജ് പാർട്ടിക്കും മുന്നണിക്കും ഭരണത്തിനും ഭീഷണി അല്ല എന്ന് എങ്ങനെയാണ് സാറിന് പറയാൻ കഴിയുക? ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തൊരു ഒരു വ്യക്തി വല്ല ഒരു ഭീഷണിയാണോ? ഒരു വ്യക്തി ഭീഷണി, ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ, ഇപ്പം നാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പോവുക, അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് പുറത്ത് പോവുക, അല്ലെങ്കിൽ ചുമ്മാ പുറത്ത് പോകുക. ഉടനെ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിയേക്കാൾ വലുതാണോ ഒരു വ്യക്തി? കേരള കോൺഗ്രസ് 50 വർഷത്തെ ചരിത്രമില്ലേ? പാർട്ടിയേക്കാൾ വലുതാണോ ഒരു വ്യക്തി? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അനുമാനിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ആവശ്യമില്ല. അല്ല, അത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഭവിഷ്യത്തുകളെ പേടിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം. PC ജോർജിനോട് ആരും വിരോധമില്ല, എൻ്റെ മനസ്സ് തുറക്കുക. എനിക്ക് വാത്സല്യമേ ഉള്ളൂ. ഈ PC ജോർജ് എന്തെല്ലാം എനിക്കെതിരായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തല്ലേ കേരള കോൺഗ്രസിലേക്ക് വന്നത്. കഴിഞ്ഞ 50 കൊല്ലം പുറകോട്ട് പോയാൽ എന്തെങ്കിലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പാലായി വന്ന് എനിക്കെതിരെ പുലഭ്യവും തെറിയും അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേറൊരാളാണെങ്കിൽ കേരള കോൺഗ്രസിലേക്ക് സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ശത്രു സ്നേഹി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതൊക്കെ ക്ഷമിച്ച കേരള കോൺഗ്രസിലേക്ക് വരാൻ പുള്ളി ആഗ്രഹം പ്രകടിപ്പിച്ചു. അല്ലാതെ വലിയ ആരും ഇടിച്ചു കൊണ്ടൊന്നല്ലല്ലോ. പുള്ളി കേരള കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ജോർജ് വന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എത്രയോ പ്രാവശ്യം ഇവിടെ വന്നതിന് ശേഷം, കേരള കോൺഗ്രസിൽ വന്നതിന് ശേഷവും സ്വഭാവം മാറിയില്ല. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർക്കെതിരെ, UDF-നെതിരെ, കേരള നേതാക്കന്മാർക്കെതിരെ ഒക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞ് ഓരോരുത്തരെയും മുറിവേൽപ്പിച്ച് അതിൻ്റെയൊക്കെ പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഇതിനു മുമ്പ് തങ്ങൾക്കെതിരെയും പറഞ്ഞല്ലോ, അന്ന് നടപടി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം 70 പ്രാവശ്യം ക്ഷമിക്കുക എന്നല്ലേ പറയുന്നത് ബൈബിളിനകത്ത്. ഞാൻ പറയാം, ഈ പക്ഷേ ഇല്ലോ ക്ഷമിച്ച് ഒരു പരിധി വേണ്ടേ? സഹി കെട്ടുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ സഹി കെട്ടിട്ടാണ്. അപ്പോൾ ഇനി ഒരു നിവൃത്തിയില്ല, സഹി കെട്ടു, നമ്മൾ ഭിത്തിയച്ചാരി നിൽക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് വന്നതുകൊണ്ട് മാത്രമല്ല ജോർജിനോട് ഒരു വിരോധം ഒന്നുമില്ല. പിന്നെ ഇത് പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പോൾ പിന്നെ ഇനിയിപ്പം നമുക്ക് പുറകോട്ട് പോകാൻ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കിയേ തീരും. എന്തും വിളിച്ചു പറയുന്ന ജോർജിനെ സാറ് പല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് ജോർജ് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാനങ്ങനെ ഉപയോഗിക്കപ്പെടുന്നൊരു സാധനമാണോ PC ജോർജ്? അങ്ങനെ ആർക്കെങ്കിലും PC ജോർജിനെ ഉപയോഗിക്കാൻ പറ്റുമില്ല. PC ജോർജിൻ്റെ ഒരു സ്വന്തം ഒരു നിലപാടുണ്ട്. പുള്ളി നിശ്ചയിക്കുന്ന രീതി പുള്ളി പോവും, ആർക്കും നിയന്ത്രിക്കാൻ എടുക്കില്ല. അപ്പോൾ പുള്ളിയെ ഉപയോഗിക്കാനൊന്നും ആർക്കും പറ്റുകയില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും അതുപോലെ പാർട്ടിയിലെ മുൻ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളെക്കുറിച്ചും PJ ജോസഫിനെതിരെ പോലും PC ജോർജ് പലതും പറഞ്ഞപ്പോൾ അന്നൊന്നും യാതൊന്നും ചെയ്യാതിരുന്ന മാണിസാർ ഇപ്പോൾ മാണിസാറിലേക്കും മകനിലേക്കും ആരോപണങ്ങൾ വന്നപ്പോൾ ഉഷാറായി അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നു എന്ന ആരോപണത്തിന് ഒരു അടിസ്ഥാനമില്ലേ? അതെ, ചില ദോഷൈക ദൃക്കുകൾ ചിലപ്പോൾ പറയുന്നു എന്നല്ലാതെ അതിൽ വല്ല വാസ്തവമുണ്ടോ? ഇതിനു മുമ്പും അങ്ങനെ കേരള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു വരുത്തി, ഇത് മോശമാണ്, നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ശാസിക്കുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ധാരാളം. പക്ഷേ നന്നാവണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നേ ഒരു നിവൃത്തിയില്ല. ഇപ്പം ചുമ്മാ പരസ്യമായി അങ്ങോട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു എന്താ ഇത് പറയുന്നത്, കേരളക്ക് നാഥനുമില്ല, ഒന്നുമില്ല, ഒരു പാർട്ടിയുമില്ല, ആരെയും ഉപയോഗിക്കുകയില്ല, പാർട്ടിയും ഉപയോഗിക്കുകയില്ലെന്ന് വന്നുകൊണ്ടാണ്. ഇപ്പോൾ പാർട്ടിക്കെതിരെ യുദ്ധമായി വന്നതുകൊണ്ടാണ് ഇപ്പോൾ നോക്കുന്നത്. PC ജോർജിനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ പാർട്ടി തന്നെ ഉണ്ടാവില്ല. ദുസൂചന വന്ന മകനുമായിട്ട് ഇതൊരു ബന്ധമില്ല. അത് ചുമ്മാ അത് പരത്തുന്ന എന്ത് വന്നാലും മകൻ മുമ്പായാലും മകന് വേണ്ടിയാണ്. അങ്ങനെ ഒരു പ്രചരണം വരുത്താൻ വേണ്ടി ഒരു വാക്കും ഒരു വാചകവും ഒരു ശൈലിയും കൊണ്ടുവരിക, അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാക്കും. മകനുമായിട്ട് നമ്മുടെ ബന്ധം ജോസ് കെ മാണിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല, ചുമ്മാ മകന് വേണ്ടിയാണ്. അങ്ങനെ ഒന്നുമില്ല, യാതൊന്നുമില്ല. ഇത് PC ജോർജ് കാണിക്കുന്ന ഇൻഡിസിപ്ലിൻ. ഒരു പാർട്ടിക്കൊരു ശിക്ഷണം വേണ്ടേ?
ആ ശിക്ഷണത്തിൻ്റെ ലക്ഷ്മണരേഖ മുഴുവൻ കഴിഞ്ഞ് ശിക്ഷണരാഹിത്യത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് സഹിക്കാൻ മേലെ ഇങ്ങർക്കെതിരായിട്ട് ചോദിക്കാൻ ആരുമില്ല, പാർട്ടിയില്ല, ആരെന്നോട് ചോദിക്കാൻ, ഞാൻ എല്ലാവർക്കും അതീതനായിട്ടുള്ള ആളെ, എന്നോട് ആർക്കും ചോദിക്കാനില്ലെന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി ഒരാൾ ഒരു പാർട്ടിക്കകത്ത് നിന്നാൽ എന്ത് ചെയ്യും? മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുക. പാർട്ടി കുടുംബം മനസ്സരത്തിൽ എന്താ ഇത്ര ദുർബലനാണോ? ഈ വി സി ജോർജ് പറഞ്ഞത് എന്താ? വി സി ജോർജിൻ്റെ എന്താ ബോംബ് ഇരിക്കുന്നു, കാരണം ഞാൻ വല്ലതും ചെയ്ത് പോയാൽ ബോംബ് പൊട്ടിക്കുന്നുള്ള ഭയം കൊണ്ടാണ്, അതുകൊണ്ട് എൻ്റെ എന്തോ സീക്രട്ട് ഇടയിലുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങ് പൊട്ടട്ടെ, ഇത് വെച്ചോണ്ടിരുന്നപ്പോൾ അത് പൊട്ടിക്കെട്ടുന്ന ഞാൻ ഈ പറയുന്നത്. അതാണ്. അപ്പോൾ ഈ പി സി ജോർജിന്റെ ഒരു ബോംബുണ്ട്, അത് പൊട്ടിച്ചാൽ മാണിസാറിന് എന്നതുപോലെ ജോസ് കെ മാണിക്കും പരിക്ക് പറ്റുമെന്ന പേടി ഇപ്പം മാണിസാറിന് തീരെ ഞങ്ങൾക്ക് ആർക്കും പരിക്ക് പറ്റില്ല, കയ്യിലിരുന്ന് പൊട്ടുകയുള്ളൂ. ആ കയ്യിലിരുന്ന് പൊട്ടി പുള്ളി അല്ല എന്ത് ഭവിഷ്യത്ത് വന്നാലും വന്നോട്ടെ എന്ന് ഉറച്ചു തന്നെയാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്? പുള്ളി ഞാൻ സ്നേഹിക്കുന്നു, വാത്സല്യത്തോടെ കാണുന്നു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ പുള്ളി സ്വയം ഇത് ഏറ്റുവാങ്ങാന്ന് വെച്ചാൽ പുള്ളി എന്ത് ചെയ്യുന്നു? നമുക്ക് നിർബന്ധം. ഒരാൾ ഇലക്ട്രിക് കമ്പി വെറുതെ സാവധാനം പോകുക, അയാളെ ആരെയും നോക്കുന്നത്, അയാൾ കമ്പിയെ കയറി പിടിച്ചാൽ പിന്നെ ഷോക്ക് അടിക്കാതിരിക്കാൻ പോകും. അതായത് ഇപ്പം കെ എം മാണി എന്ന് പറഞ്ഞ ഇലക്ട്രിക് കമ്പിയിൽ ഇപ്പോൾ പി സി ജോർജ് കയറി പിടിച്ചു എന്നാണ്. ഞാൻ ഇലക്ട്രിക് കമ്പി എന്നല്ല, പാർട്ടിക്ക് ഒരു ശക്തിയുണ്ട്, കേരള കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടിക്കെതിരെ നീങ്ങിയാൽ ആ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ആരെയും തെറിപ്പിക്കുന്ന ശക്തിയാണ് പാർട്ടിക്ക്. അതെ, പാർട്ടിക്ക് ഈ ശക്തിയൊക്കെ ഉണ്ടായിട്ടും മാണി സാർ പോട്ടെ എന്ന് വെച്ചത് ജോസ് കെ മാണിയുടെ ഭാവിയും കൂടെ സുരക്ഷിതമായിക്കൊണ്ടേ വിചാരിച്ചിട്ടാണ്. മാണിയുടെ ഇനി ഇത് അങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാറ്. എന്തിനാണ് ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നത്? ആ ജോസ് കെ മാണി എവിടെയെങ്കിലും ഇരുന്നോണ്ട് ജോസ് കെ മാണി എപ്പോഴും അവനെ ചെറുക്കൻ, അവനൊരു പയ്യൻ എന്നൊക്കെ പറഞ്ഞ് അപകസിക്കുക ഈ പി സി ജോർജിൻ്റെ പോലെ. പി സി ജോർജിനെ പോലെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തയാളല്ലേ ജോസ് കെ മാണി? ലോക്സഭയിലേക്ക് ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണ്? അതിന് പകരം പയ്യൻ, ഇങ്ങനെ ചെറുക്കൻ, ഇയാൾ ചെറുക്കനല്ലേ ഈ പി സി ജോർജ്? ഈ പി സി ചുമ്മാ മനുഷ്യനെ അപകസിക്കുക എന്നുള്ളതേ ഉള്ളൂ. അയാളുടെ ഇപ്പോഴത്തെ അജണ്ട ജോസ് കെ മാണിയാണ്. പയ്യൻ ഇങ്ങനെ അപകസിക്കുക, എല്ലാവരെയും അപകസിക്കുന്നൊരു പരിപാടി ഞങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ വഹിച്ചു കൊടുക്കില്ല. ഇപ്പോൾ പി സി ജോർജിൻ്റെ നിലപാടുകൾ പാർട്ടിക്കോ അതിൻ്റെ നേതാവിനോ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ യു ഡി എഫിൻ്റെ അവസ്ഥ കൂടി കണക്കിലെടുക്കേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. യു ഡി എഫ് നേതാക്കൾ ആ സമ്മർദ്ദം മാണി സാറിൻ്റെ മുമ്പിൽ വച്ചാൽ എന്തായിരിക്കും പ്രതികരണം? സമ്മർദ്ദമൊന്നും ഇല്ലെന്നേ. ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്കാർക്കും പി സി ജോർജിനോട് ഒരു വിരോധമില്ല. ഞാനാണല്ലോ ഈ പി സി ജോർജിനെ ഇത്രയും നാളും കൊണ്ടു നടന്നത്. വേറെ ആരെങ്കിലുമാണ് ഇത്രയും നാളും കൊണ്ടു നടക്കുമോ? എന്തേലും കഴിവ് നമ്മൾ തൊണ്ടയിലിരിക്കും മുള്ളു ഇരിക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് ഞാനിങ്ങനെ കൊണ്ടുനടക്കുന്നത്. തൊണ്ടയിൽ മുള്ളിരിക്കുന്നു. അപ്പം പി സി ജോർജ് പോയാനാന്ന് ചോദിച്ചാൽ മുള്ളങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ. ഞാൻ സഹിച്ചും ക്ഷമിച്ചും ഈ ജോർജിനെ കൂടെ കൊണ്ടുനടക്കല്ലേ. ജോർജിൻ്റെ എല്ലാ ആപൽസന്ധിയിലും ഈ പാർട്ടിക്കകത്ത് എല്ലാവരും എതിരാണ്. അപ്പോഴും ഞാൻ പോട്ടെ എന്നാണ് കാര്യമൊക്കെ പറഞ്ഞ് അയക്ക് ചില ക്വാളിറ്റിയൊക്കെ ഉണ്ട്. വിഷമാണ്, എന്നാലും ചില നിൽക്കട്ടെ, നമുക്ക് ഒരു ആളല്ലേ. ആ നിലയ്ക്ക് ഞാനിങ്ങനെ സഹിച്ചും കൊണ്ടുപോകാം. നീ അതിരില്ലേ ഇപ്പം എല്ലാം മറന്നുകൊണ്ട് ചുമ്മാ ഒന്നും നോക്കാതെ ഇത് ഒന്നും ഒരിതില്ല. ഒരു മനുഷ്യനാണെ ഒരു വിവേകം വേണ്ടേ? ഇത് ചുമ്മാ ഒരു ഡോൺ കിക്സോട്ടിൻ്റെ രീതിയിലങ്ങ് തുടങ്ങാമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ബാർക്കോഴ ഇത് ഏതാണ്ട് കൈക്കൂലി മേടിച്ചതുപോലെയാ. ഈ ബാർക്കോഴ എന്ന് കേൾക്കുമ്പോൾ എന്തോ കാര്യം ചെയ്തു കൊടുക്കാൻ കൈക്കൂലി മേടിച്ചതാണ്. ഒന്ന്, എനിക്ക് ബാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനല്ല ബാർ അനുവദിക്കുന്നത്. എക്സൈസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ചുമ്മാ മയിൽക്കുറ്റിക്ക് കൊണ്ട് രൂപ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? മാണി സാർ വെറും പാർട്ടി നേതാവല്ല, യു ഡി എഫിൻ്റെ തന്നെ വളരെ സീനിയറായ നേതാവാണ്. ആ മാണി സാറിനോട് യു ഡി എഫിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പി സി ജോർജിനെ പാർട്ടിയിൽ അല്ലെങ്കിലും അക്കോമഡേറ്റ് ചെയ്ത് പോകണമെന്ന് ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ സുധീരനോ ഒക്കെ പറഞ്ഞാൽ മാണി സാർ അത് കേൾക്കുമോ? ഇതിൻ്റെ ഈ ലോജിക്കിൻ്റെ ജനറൽ പ്രമിസ് തെറ്റാണ്. യു ഡി എഫിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, കാരണം പി സി ജോർജ് ആകുന്നൊരു വ്യക്തിയിലാണ് ഈ യു ഡി എഫ് നിലനിൽക്കുന്നത്. അങ്ങനെ പേടിക്കുന്നില്ല. പ്രമിസമാണ്, അതാകുമ്പോൾ മേജർ പ്രമിസ് ഈസ് റോങ്. അങ്ങനെ വരുമ്പം കൺക്ലൂഷൻ റോങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒന്നും അല്ല, ഒരു വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി. ഞാൻ പറഞ്ഞില്ല, പി സി ജോർജിനോട് എനിക്കൊരു വിരോധമില്ല. പി സി ജോർജ് ഇപ്പോൾ പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ ചില പാളിച്ചകളുണ്ടായിട്ടുണ്ട്, തെറ്റുകളുണ്ടായിട്ടുണ്ട്, അത് ക്ഷമിക്കണം. പരസ്യമായിട്ട് പറയട്ടെ, ഇനി അതുണ്ടാവില്ല, ആവർത്തിക്കുകയില്ല. പരസ്യമായിട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞത് നമുക്ക് വല്ല വിരോധമുണ്ടോ? പക്ഷേ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അക്ഷന്തവ്യമായ ഒരു കാര്യമാണ്. പാർലമെൻ്ററി പാർട്ടി കൂടി തീരുമാനിച്ചു ഇതിൽ പുറകോട്ട് പോകാൻ പാടില്ല, ഇത് പാർട്ടിയുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുന്ന തീരുമാനം?
ഇപ്പം ഇരിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് പിൻവലിക്കുന്നു. അതേ ഉള്ളൂ, അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയല്ല. സ്ഥാനത്ത് നിന്ന് പിൻവലിക്കുന്നു. എന്നിട്ട് അതിന് എന്നെയും വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫിനെയും കൂടെ ചുമതലപ്പെടുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഈ പാർട്ടിയുടെ തീരുമാനം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പിന്മാറാൻ ആരും പറയില്ല. പറയുന്നത് അങ്ങനെ അധാർമികമായിട്ട് ആരും പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ പി സി ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടില്ല, നിന്ന് പുറത്ത് പോകാൻ കഴിയും. അതെന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്? എന്തിനാ ഇപ്പം അങ്ങനെ ഇപ്പം പുറത്താക്കിയാൽ ഞങ്ങൾക്ക് ആർക്കും പുറത്താക്കണമെന്നില്ലല്ലോ. പുറത്താക്കിയാൽ എന്നുള്ള ചോദ്യം എന്തിനാ ചോദിക്കുന്നത്? പി സി ജോർജിനെ പുറത്താക്കണമെന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലും. ഐ വിൽ ബി ദ ലാസ്റ്റ് മാൻ ടു തിങ്ക്. അപ്പോൾ അവിടെയാണ് മാണിസാർ സ്നേഹം കാണിക്കുന്നത്, പുറത്താക്കാതിരുന്ന്. അത് നീ പുറത്താക്കുന്ന ഒരു ചിന്തയേ ഞങ്ങൾക്കില്ല. അപ്പോൾ ആ പുറത്താക്കാത്ത ചിന്തയില്ലാത്തത് അതൊരു ആയുധമായതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ല ഞങ്ങൾക്കൊരു വിൻഡിക്റ്റീവ് മനോഭാവമില്ല. ഞാൻ പറഞ്ഞില്ല, ജോർജിനോട് എനിക്ക് വ്യക്തിപരമായ വളരെ സ്നേഹവും വാത്സല്യമാവുള്ളത്. പക്ഷെ ജോർജ് അതിൽ കിടന്നു പോകും. അതെ, ജോർജ് പറയുന്നത് മാണിസാർ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ സ്ഥാനമൊക്കെ ഞാൻ രാജിവെക്കാമായിരുന്നു. പക്ഷേ മാണിസാർ അദ്ദേഹത്തോടത് പറയുന്നില്ല. അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം കൂടെ ഉൾപ്പെട്ടതല്ലേ? പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തെ കൂടെ വിളിക്കണ്ടായിരുന്നു സാമാന്യ മര്യാദ. ഞാൻ ഫോണിൽ വിളിച്ചില്ല, എൻ്റെ കയ്യിൽ ഒരു തെറ്റ് വന്നു എന്ന് വിചാരിച്ചു. എന്നാൽ ജോർജിന് ഇങ്ങോട്ടൊന്നും വരാമല്ലോ. മാണിസാറെ വല്ല തെറ്റിദ്ധാരണയുണ്ടോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നീ ബലി അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിനക്കാരോടെങ്കിലും വിരോധമൊന്നുമല്ല, മറ്റാർക്കെങ്കിലും നിന്നോട് വിഷമമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, മറ്റാർക്കെങ്കിലും നിന്നോടൊരു വിഷമമുണ്ടെന്ന് തോന്നിയാൽ നീ ആ ബലിവസ്തു അവിടെ വെച്ച് പോയി അവനോട് രമ്യപ്പെടണമെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിനി പറഞ്ഞില്ലെങ്കിലും ജോർജ് ഒരു ബിബ്ലിക്കലായിട്ടൊരു ജീവിതമാണെന്നുണ്ടെങ്കിൽ ജോർജിന് ഇങ്ങോട്ട് മാനുസാറെ എന്നെപ്പറ്റി വലിയ തെറ്റിദ്ധാരണയുണ്ടോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കിങ്ങനെ എന്നൊന്നും ജോർജിനും പറയാമല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ രണ്ടുപേരും തെറ്റ് ചെയ്തു. അപ്പോൾ എന്താ ഈ വിശുദ്ധ വാരത്തിൽ രണ്ടുപേർക്കും ഒരു ക്രൈസ്തവ ചൈതന്യം ഉണ്ടായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ധ്യാനത്തിന് പോകണം, ജോർജും കൂടി ഒന്ന് ധ്യാനത്തിന് പോയാൽ മതി. പക്ഷേ അതിനപ്പുറത്ത് രാഷ്ട്രീയത്തിൽ ജോർജ് ഇനി കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ മാണിസാർ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ ഇപ്പം ഈ ഇൻ്റർവ്യൂ എന്തിനാ ജോർജുമായിട്ട് എനിക്ക് ജോർജിനോടൊരു വിൻഡിക്റ്റീവായിട്ടുള്ള പ്രതികാരമായിട്ട് യാതൊന്നുമില്ല. എന്തിനാ പക്ഷേ ജോർജിനെ പേടിക്കുന്നു എന്ന് വരുന്നതിൽ താല്പര്യം. എനിക്ക് ആരെയും പേടിയില്ലല്ലോ, എൻ്റെ ചരിത്രം അറിയാൻ പാടില്ല. ചുമ്മാ എന്തിനാ എങ്ങനെ പറയുന്നത്? ജോർജിനെ പേടിക്കണം. ഞാൻ ആരെയും പേടിക്കാത്ത ഒരാളെ എനിക്ക് ദൈവത്തെ മാത്രമേ പേടിയുള്ളൂ. വേറെ ആരെയും പേടിക്കേണ്ട കാര്യം തന്നെ. തെറ്റ് ചെയ്താൽ പേടിക്കണം. തെറ്റ് ചെയ്താൽ എനിക്ക് ഭയമുണ്ട്. ഞാനിപ്പം ആരോടെങ്കിലും പാർട്ടിയോട് തെറ്റ് ചെയ്താൽ ഞാൻ ഭയപ്പെടും, UDF തെറ്റ് ചെയ്താൽ ഭയപ്പെടും. ഞാൻ തെറ്റെങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ മാണിസാറിന് ഏറ്റവും പേടിയുള്ള ദൈവത്തിൽ നിരക്കാത്തത് എന്തെങ്കിലും മാണിസാർ ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്തെന്ന് തോന്നുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. മാണിസാറും ജോർജും തമ്മിൽ ആദ്യം ഈ കേസ് വന്നപ്പോൾ തന്നെ ആലോചിച്ചിരുന്നെന്നും അന്ന് രണ്ടുപേരും രാജിവെക്കാൻ ഉറച്ചിരുന്നുവെന്നും മാണിസാർ തന്നെ അതിന് സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ആൾ അതുമായിരുന്നു മാണിസാർ എന്ന് പറയുന്നത് ശരിയാണോ? അതൊക്കെ ജോർജിൻ്റെ അഭിപ്രായമല്ല. ജോർജ് പറയുന്നത് ഞാൻ മുമ്പിലൊക്കെ രാജിവെക്കേണ്ടതായിരുന്നു. ഞാനിങ്ങനെ ഇരിക്കുന്നതന്നെ ജോർജിന് വലിയ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴേ മുമ്പിലേ രാജിവെച്ച് പോകേണ്ടതായിരുന്ന മനസ്സിലായി. അല്ല, അതൊരു വശമാണ്. പക്ഷേ അതല്ലാതെ സ്നേഹത്തിൽ തന്നെ മാണിസാർ ഇപ്പോൾ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ മാണിസാറിൻ്റെ രാഷ്ട്രീയമായ ഇമേജിനും ഭാവിക്കുമൊക്കെ അതാവും കൂടുതൽ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നും പറ്റുന്നേ, ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കേസിൻ്റെ തുടക്കത്തിൽ മാണിസാർ തന്നെ രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയോട്. ഞാനങ്ങനെ ഒരു രാജ്യസന്നദ്ധ എന്ന് പറഞ്ഞ രാജ്യം കൊടുത്തൊന്നുമില്ല. കേസ് ആവശ്യമില്ലാത്തൊരു കേസാണ്. എൻ്റെ പേരിൽ ഇങ്ങനെ കേസിന് ആവശ്യമില്ലായിരുന്നു പക്ഷേ എനിക്കതിൽ ഭയമില്ല. കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേസിനെ തടസ്സപ്പെടുത്തുന്നൊന്നുമില്ല. കേസിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷേ എൻ്റെ പേരിൽ ഈ കേസ് എടുക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. നിയമപരമായും തെറ്റ്, ധാർമ്മികമായും തെറ്റ്. എന്താ കേസ്? ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഫണ്ട് എനിക്ക് കൊണ്ടുവന്നു. ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല, എൻ്റെ അടുത്ത് ഫണ്ട് കൊണ്ടുവന്നിട്ടില്ല. ഇനി തിരഞ്ഞെടുപ്പ് കാലത്ത് ആരാ ഫണ്ട് വാങ്ങാത്തത്? പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ ആരാ UDF LDF നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് മേടിക്കാത്തവർ പറയട്ടെ. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ മേടിച്ചെന്നല്ല. ഞാൻ മേടിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ബാർ കോഴ എന്ന് പറഞ്ഞ് ചുമ്മാ ഈ ഉയർത്തിയിരിക്കുന്ന എന്താ ഇത്? തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്ന് ഫണ്ട് തന്നെന്നും പറഞ്ഞുകൊണ്ട് ഇത് വല്ല കാര്യം പിന്നെ ഉണ്ടോ? ചുമ്മാ ഇനി ഞാനിത് ഇങ്ങനെയുള്ളതിന് ഉത്തരമേ പറയാൻ പോവുകയില്ല. ബാർക്കോഴ ഇത് ഏതാണ്ട് കൈക്കൂലി മേടിച്ചതുപോലെയാ. ഈ ബാർക്കോഴ എന്ന് കേൾക്കുമ്പോൾ എന്തോ കാര്യം ചെയ്തു കൊടുക്കാൻ കൈക്കൂലി മേടിച്ചെന്നാണ്. ഒന്ന്, എനിക്ക് ബാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനല്ല ബാർ അനുവദിക്കുന്നത്. എക്സൈസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ചുമ്മാ മയിൽക്കുറ്റിക്ക് കൊണ്ട് രൂപ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കെന്തിനാ വല്ല രൂപ കൊണ്ടുവന്നിരുന്നത്? അന്നിക്ക് ഒരു ബാർ പോലും ഞാനല്ല അനുവദിക്കും. എനിക്കെന്തിനാ? ഒരാവശ്യവും ഇല്ല. ചുമ്മാ ബാർക്കോഴ എന്താ ബാർക്കോഴ എന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്ന് ഇലക്ഷൻ കാലത്ത് ഫണ്ട് കൊണ്ടുവന്ന് തന്നു. ഒന്നങ്ങനെ ഉണ്ടായിട്ടില്ല. 2 ഇലക്ഷൻ കാലത്ത് ഫണ്ട് കൊണ്ടുവന്നാൽ അത് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ അല്ല എന്ന് നിയമത്തിൽ തന്നെ പറയുന്നു.
അത് തെറ്റായൊരു കാര്യമല്ല എന്ന് നിയമത്തിൽ തന്നെ പറഞ്ഞു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുമില്ല. തെരഞ്ഞെടുപ്പല്ലല്ലോ വിഷയം. ഇത് ഞാൻ ബാറുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ബാർക്കോഴ എന്ന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഉള്ളി പൊളിക്കുന്നത് പോലെയുള്ളൂ. ഇത് ചുമ്മാതെ വെറുതെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഈ ബാർക്കോഴയെ സംബന്ധിച്ച് ബാർക്കോഴ എന്ന് പറഞ്ഞ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഇനി സമാധാനം പറയുന്നത്. പക്ഷേ അല്ല, അപ്പോൾ ഞാൻ ചോദിക്കും, അതെ, ഒരുപാട് കാലം നിയമമന്ത്രിയായിരുന്ന ആളാണ് മാണി സാർ. അങ്ങനെ ഒരു കേസ് ഉണ്ടായപ്പോൾ FIR എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേരിൽ FIR എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നിയമപരമായി ഇല്ലായിരുന്നു, ധാർമ്മികമായി ഇല്ലായിരുന്നു. പക്ഷേ എനിക്കതിൽ പരാതി, പുതിയ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് അത് ചെയ്തിരുന്നില്ലെങ്കിൽ അപകടം കൂടുതലാവുമായിരുന്നില്ല. ഒരു അപകടമില്ല. ഞാൻ പറഞ്ഞത് ലളിതകുമാരി കേസില്ലെങ്കിൽ കേസെടുക്കാൻ FIR ഇല്ല. ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തി അതിൽ പ്രൈമാ ഫാസി കേസ് ഉണ്ടെങ്കിൽ എടുക്കണം. മനസ്സിലായല്ലോ? ഒരു പ്രിലിമിനറി ഒരു ഇത് വെച്ചോ പ്രൈമാ ഫാസി കേസ് ഉണ്ടെങ്കിൽ എടുക്കണം. ഞാൻ പറഞ്ഞത് എൻ്റെ പേരിൽ കേസെടുക്കേണ്ട കാര്യം നിയമപരമായും ധാർമ്മികമായും ഇല്ലായിരുന്നു. പോട്ടെ, ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ലെന്ന്. ഞാൻ ഐ എം നോട്ട് അഫ്രൈഡ് അബൌട്ട് ദാറ്റ്. അത് വരട്ടെ, അത് വരട്ടെ. അത് നിയമത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. ഞാൻ നിയമത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരിക്കലും തടസ്സം ഉണ്ടാക്കില്ല. എന്ത് വേണമെങ്കിലും അന്വേഷിക്കും. ഈ സംശയത്തിന്റെ മുൾമുനയിൽ മാണി സാറിനെ നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നീളുന്നതിനുള്ള അതൃപ്തി ആരോടെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇതിനെല്ലാത്തിനും ഒരു പരിധിയില്ലേ. ഇതുവരെ ചോദിച്ചവരാരും തെളിവില്ല. ഇതുവരെ ഒരു തെളിവും ഇല്ല. ചോദിച്ചവരാരും തെളിവില്ല. അല്ല, 164 അനുസരിച്ച് ബിജു രമേശ് മൊഴി കൊടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഇങ്ങനെ ബിജു രമേശ് ഈസ് ഇൻട്രസ്റ്റഡ് വേർഷൻ, ഇൻട്രസ്റ്റഡ് ടെസ്റ്റിമണി. അതുപോലെ കാര്യമുണ്ടോ? ബിജു രമേശ് അദ്ദേഹത്തിന് ഡ്രൈവറോ പറഞ്ഞ ഇൻട്രസ്റ്റഡ് ടെസ്റ്റിമണി. അല്ല, മാണി സാറിനോട് എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടോ അദ്ദേഹത്തിന്? അതിപ്പോൾ ഞാനിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇതിനകത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ചുമ്മാ ഒരു തെളിവുമില്ല. ഇതുവരെ ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ കേസ് ഇനിയിപ്പോൾ വെച്ച് നീട്ടി ഇങ്ങനെ 400 പേരെ ഇനി രാജ്യമൊട്ടാകെ ചോദിച്ച് നടക്കുക ഒരാവശ്യമില്ലാത്ത കാര്യം. മറ്റ് 3 മന്ത്രിമാർക്കെതിരെ കൂടി ബിജു രമേശ് മൊഴി കൊടുത്തിരിക്കുകയാണ്. അവർക്കെതിരെയും FIR ഇടേണ്ടി വരില്ലേ? ഞാനതൊന്നും എനിക്കതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യാനില്ല. അത് കേട്ടാൽ ഞാൻ മറ്റ് 3 മന്ത്രിമാർക്കെതിരെ കേസെടുക്കണം എന്ന് KM മാണി ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. UDF ഭരണ സംവിധാനത്തിലുള്ള പോലീസാണ് ഇപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുന്നത്. ആ പോലീസ് ശരിയായ വഴിക്കാണെന്ന് വിലയിരുത്തുന്നുണ്ടോ? ഞാൻ അതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യില്ല. ഞാൻ ഈ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല എന്ന് മാണി സാർ പറയുന്നതിൽ ഒരു സന്ദേശമുണ്ട്. അത് ഇല്ലാത്ത സന്ദേശം എന്തിനാണ് അനുമാനിക്കുന്നത്? രാഷ്ട്രീയവും നിയമവും ഒക്കെ മാറ്റി നിർത്തി ആലോചിച്ചാൽ ഇത്രയും പാരമ്പര്യമുള്ള മാണി സാറിന് ഇതൊരു ധാർമ്മിക പ്രശ്നമായി എടുത്ത് രാജിവെക്കണമെന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ 50 വർഷത്തെ ജീവിതം സുതാര്യമാണ്, സംശുദ്ധമാണ്. എന്നെ ഇങ്ങനെ മാറ്റൊരച്ചൊരച്ചൊരച്ച് നോക്കിയിട്ടുള്ളതല്ലേ. 12 തിരഞ്ഞെടുപ്പുകളായിട്ട് 50 വർഷം പാലാക്കാർ മോശക്കാരായ ആളുകളാണ്. തിരിച്ചറിവുള്ള ആളുകളല്ലേ, വിദ്യാസമ്പന്നരായ വോട്ടർമാരല്ലേ, അവരിതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരല്ലേ. ഞാനിപ്പോൾ എന്നെപ്പറ്റി ഒന്നും കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ലോ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ്, സുതാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ വിധി എഴുതട്ടെ. കേസുണ്ടായ സമയത്ത് മാണി സാറിൻ്റെ മാനസികാവസ്ഥ ഇത് തന്നെയായിരുന്നു. വേണമെങ്കിൽ ഒഴിഞ്ഞേക്കാം എന്ന് വരെ ഒരു മാനസികാവസ്ഥ മാണി സാറിന് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇപ്പം അതിലേക്ക് പോകേണ്ട അന്വേഷണം നടത്തിയാൽ എപ്പം വേണമെങ്കിലും തിരിച്ചു വരാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഒഴിവാകേണ്ട സമയത്ത് ഞാൻ ഒഴിവാകും. അതൊക്കെ എനിക്കറിയാം ഏത് ടൈമെന്നൊക്കെ. ഞാനങ്ങനെ വികാരപരമായിട്ടൊന്നും ചെയ്യല. ചെയ്യണമെങ്കിൽ ചെയ്യും, അത് വരട്ടെ. കേസിൻ്റെ ശരിതെറ്റുകൾ എവിടെ നിന്നാലും ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നാനെങ്കിലും അത്തരമൊരു മാതൃകയെക്കുറിച്ച് ആലോചിക്കാവുന്നതല്ലേ? അതൊക്കെ ആലോചിക്കാം. അല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ചിന്തയുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എൻ്റെ പേരുള്ള കേസ് അനാവശ്യമാണ്. മാസ്റ്റർ, എനിക്ക് ആവശ്യം എന്തായിരുന്നു? ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാകുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലെങ്ങനെയൊക്കെ ഉണ്ട്. ഈ കേസിൽ മാണി സാറിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം അക്കാര്യത്തിലുണ്ടോ? കുറ്റപത്രം വരുമെന്ന് ഞാൻ പറയേണ്ട കാര്യം. കുറ്റപത്രം വരും. അത് വരുമ്പോൾ നമുക്ക് നോക്കിയാൽ പറയും. കുറ്റപത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതി കുറ്റം ചെയ്തിരിക്കുന്നതല്ല. അത് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറ്റപത്രം എന്ന് പറഞ്ഞാൽ വിചാരണയ്ക്ക് മുമ്പായി തുടങ്ങുന്ന പ്രാരംഭ നടപടിയാണ്. വിചാരണയിലേക്ക് കടക്കണമെങ്കിൽ കുറ്റപത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഒരു മൗലികാവകാശമാണ്. നമ്മളൊരു പ്രതിയാണെങ്കിലും ആ പ്രതിക്ക് പറയാനുള്ളത് കേൾക്കണം. അപ്പോൾ വിചാരണയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറ്റപത്രം എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ഇന്നതാണ്, വായിക്കും.
നിങ്ങൾ ഇത്രാം തീയതി ഇന്നതുപോലെ ഇന്നയാളെ കല്ലുകൊണ്ട് ഇടിച്ചു, മുറിവേൽപ്പിച്ചു, അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇന്ന വകുപ്പ് പ്രകാരം കുറ്റകരമാണ്, നിങ്ങൾക്ക് എന്ത് പറയാനാണ്? ബഹുമാനപ്പെട്ട കോടതി ഞാൻ അങ്ങനെ ഇടിച്ചിട്ടില്ല, ഇത് കള്ളമാണ് എന്ന് പറഞ്ഞ പോലെ, അല്ലെ ഇടിച്ചു, അല്ലെ എനിക്ക് തെറ്റ് പറ്റിയതാണ്, അബദ്ധത്തിൽ പറ്റിയതാണ്, കുറ്റം സ്ഥാപിക്കപ്പെടുന്നത് വരെ കുറ്റവാളിയല്ല എന്നുള്ള വാദം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നു. അപ്പോൾ കുറ്റപത്രം എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞതനുസരിച്ച് കുറ്റപത്രം വരും. അതിലിപ്പോൾ ഒരാളുടെ കുറ്റം സ്ഥാപിക്കപ്പെടുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല എന്ന വാദം ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇതിനൊക്കെ അപ്പുറത്ത് അപ്പോൾ അതിന് പ്രസക്തി ഒന്ന്, കുറ്റപത്രം വന്നിട്ടില്ല, കുറ്റപത്രം വരുമെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റപത്രം വരേണ്ട കാര്യമില്ല, വന്നാൽ പോലും അത് വരട്ടെ, അന്നേരം നമുക്ക് അതിനെ പറഞ്ഞാൽ മതി. ഇപ്പോഴേ എന്തിനാ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാ? പക്ഷേ അക്കാര്യത്തിൽ ഒരു അടഞ്ഞ മനസ്സ് മാണി സാറിനില്ല എന്ന് ഉറപ്പിക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് എപ്പോഴും ഓപ്പൺ മനസ്സാണല്ലോ. ഈ കേസ് ഉണ്ടായപ്പോൾ മുതൽ കേരള കോൺഗ്രസ് സംശയിക്കുന്ന ഒന്നാണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന. പക്ഷേ അതിൽ പങ്കെടുത്തത് ആരാണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് പോലും അത് പുറത്തു പറയുന്നില്ല. പുറത്ത് പറയാത്തത് കൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് അകത്തുള്ളവരാണ് ഗൂഢാലോചന നടത്തിയതെന്ന്. അതല്ലേ വാസ്തവം? പുറത്ത് പറയാത്തതുകൊണ്ട് അകത്തുള്ളവരാണെന്ന് എങ്ങനെയാണ്? പുറത്ത് പറയാത്തത് കൊണ്ട് പുറത്തുള്ളവരും ആകാൻ പാടില്ലേ? രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? രാഷ്ട്രീയ എതിരാളികളാണെന്നുണ്ടെങ്കിൽ മാണി സാറിനെ പോലെ ഒരാൾ അത് എന്നെക്കിട്ട് ഒന്ന് ചെയ്തെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ജോണി ചെയ്തു, എനിക്കൊരു അസൗകര്യമായി തന്നെ ജോണി എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? ഞാൻ ഇനി ജോണിയുടെ പേര് വലിച്ച് പറയണ്ട, ജോണി മാന്യനായ ഒരാളല്ലേ, ശത്രുവാണെങ്കിൽ പോലും. അതേപോലെ അങ്ങനെ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് ഒതുക്കി വയ്ക്കേണ്ടി വരും. ആരാണ് ചെയ്തതെന്നും ആരാണ് കൂടെ ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പ്രാഥമികമായിട്ടറിയാം. പിന്നെ ഞങ്ങൾ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നു, പ്രാഥമികമായിട്ട് ഞങ്ങൾക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഇത് അന്വേഷിക്കുന്നു, അതിനുള്ള കാര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും അതിൻ്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട്, അതിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രത്തെ സംബന്ധിച്ച് ഇതിൻ്റെ പിന്നെ കിങ് പിൻ അറിയാം, ആരാണെന്നറിയാം, അത് നമുക്കറിയാം. പിന്നെ പൂർണ്ണമായ ചിത്രത്തെ പറ്റി അന്വേഷിക്കുന്ന മുമ്പാണ് ഞാനൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. അല്ല, വൈകിയാണെങ്കിലും ഈ കിങ് പിൻ ഈ കേസിലേക്ക് വന്നു എന്ന് മാണി സാർ കരുതുന്നുണ്ടോ? അല്ല, കേസിലേക്ക് വരുന്നത് അതൊക്കെ അല്ല, അതിപ്പോൾ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. അല്ല, എന്തോ കമൻറ്റ് ചെയ്യണമെന്നുള്ളത് പോലെ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കിങ് പിന്നുകളും കേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ വരുമല്ലോ, വെളിച്ചത്ത് വരുമല്ലോ, വരാതിരിക്കാനൊക്കെയല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്ത് വരും. ഇപ്പോൾ ചില കേസുകളിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാവില്ല, സാഹചര്യ തെളിവുകളെയാണ് അത്തരം സാഹചര്യങ്ങളിൽ അവലംബിക്കുക. ഈ കാര്യത്തിൽ ഒരു സാഹചര്യ തെളിവുള്ളത് മാണി സാറ് ഇടതുപക്ഷത്തിനു കൂടി സ്വീകാര്യമായിരുന്ന ഒരു സമയത്താണ് ഈ ഗൂഢാലോചന ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും മാണി സാറാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്, എന്നാൽ പിന്നെ ഈ കെ എം മാണിക്ക് ഒരു ബ്രേക്ക് ഇട്ടേക്കാം എന്ന് ഇവിടെ ആരെങ്കിലും ചിന്തിച്ചതാവാം. അങ്ങനെ ആവാം, ഞാനതിനെ നിഷേധിക്കുന്നില്ല, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചതിലും അപ്പുറം ഈ കാര്യങ്ങൾ കൈവിട്ടു പോയതാണോ? അത് ഞാൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് ഇതാണെന്നൊക്കെ പറഞ്ഞത് ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല, അതൊക്കെ അനുമാനിച്ചാൽ മതി. നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങൾ നമ്മളെക്കാളും ബുദ്ധിമാന്മാരാണ്, അവരിതിൻ്റെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മളങ്ങോട്ട് പറയണമെന്നില്ല, അവർക്കിത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ സദാചാരമില്ലായ്മ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് മാണി സാറിന് അഭിപ്രായം ഉണ്ടല്ലോ? സദാചാരമില്ലായ്മയുണ്ടല്ലോ. അവർ മാണി സാറിനെ ലക്ഷ്യം വെച്ചതാണെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും, അതെന്താണെന്നാണ് വിലയിരുത്തുന്നത്. യോണി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനത് പറഞ്ഞു കഴിഞ്ഞെങ്കിലും അതിൽ വേറൊരു സൂചന കൂടിയുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ കടന്നാക്രമണം ഈ സാഹചര്യത്തിൽ പോലും മാണി സാറ് നടത്തുന്നില്ല. അപ്പോൾ അവരുമായിട്ട് പണ്ടുണ്ടായിരുന്ന ആ സൗഹൃദം ഇപ്പോഴും നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? ഞാൻ ആർക്കെതിരെയും കടന്നാക്രമണം നടത്തുന്നില്ലല്ലോ. ഇടതുപക്ഷം എന്നുള്ളതിൽ വലതുപക്ഷമായാലും UDF ആയാലും ഇടതുപക്ഷമായാലും ഒന്നുമില്ലല്ലോ. ഞാനൊരു കടന്നാക്രമിക്കുന്നൊരു വ്യക്തിയല്ല. ഞാനിങ്ങനെ ഒരു വളരെ സൗമ്യമായിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങോട്ട് കയറി കൊത്തിയാൽ വിടിയില്ല, അത് വേറൊരു കാര്യം. എനിക്ക് അങ്ങനത്തെ ദൗർബല്യമൊന്നുമില്ല. അതെ, അപ്പോൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് കെ എം മാണിയെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യമില്ല, അത് 67 എൻ്റെ നിയമസഭാ ചരിത്രമെടുത്ത് പുസ്തകം എടുത്ത് വായിച്ചാൽ അറിയാം. പക്ഷേ കെ എം മാണി ഏറ്റവും യോഗ്യനാണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി പദം കൈവരാത്തതിൽ, ആ ഒരു അവസരം നഷ്ടപ്പെട്ടതിൽ ഒരു കണക്ക് കൂട്ടൽ പഴിച്ചിട്ടില്ലേ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലല്ലോ, പിന്നെ എങ്ങനെ പഴിക്കുന്ന, എങ്ങനെ ഒരു കണക്കൂട്ടലും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല. ഇടതുപക്ഷവുമായി ചേർന്ന് മുഖ്യമന്ത്രിയാവാൻ കെ എം മാണി ഗൂഢാലോചന നടത്തി എന്ന ആരോപണം UDF ക്യാമ്പുകളിൽ നിന്ന് തന്നെ വന്നാൽ എങ്ങനെയാണ് നേരിടുക? അങ്ങനെ ഇതാ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ, അങ്ങനെ വരികയില്ലല്ലോ. അങ്ങനെ വന്നാൽ എന്തെങ്കിലും പ്രശ്നമില്ലല്ലോ, പിന്നെ ഇതിന് വസ്തുതയില്ലല്ലോ. അങ്ങനെ വന്നാൽ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെ കെട്ടുകഥ ഉണ്ടാക്കിയാൽ നമ്മൾ അന്നേരം അതിന് ഉത്തരം പറയാം. ഇടതുപക്ഷം തികച്ചും രാഷ്ട്രീയമായാണ് ഇപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത് എന്ന അഭിപ്രായമുണ്ടോ? അവർക്ക് കിട്ടിയ അവസരം അവർ ഉപയോഗിക്കുന്നു. ഇപ്പം കെ എം മാണിക്കെതിരെ ഇങ്ങനെ ശരി, മാണിക്കെതിരെ അങ്ങ് നിൽക്കുന്നു. അതല്ലാതെ അവർക്കങ്ങനെ ഇതൊന്നുമില്ല. അവരേത് അവസരം കിട്ടുന്നോ ഭരണപക്ഷത്തെ വീക്കൻ ചെയ്യാൻ
ഏതവസരം കിട്ടുന്നു താറടിക്കാൻ ഏതവസരം കിട്ടുന്നു അവർ അത് മിസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു അവസരം എനിക്കെതിരെ കിട്ടി, അത് നല്ലപോലെ അവർ ഉപയോഗിക്കുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷെ ഒരു 6 മാസം മുമ്പ് അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഉപയോഗിക്കില്ലായിരുന്നു. ഇപ്പോഴെന്താണ് മാറ്റം സംഭവിച്ചത്? ആര് പറഞ്ഞ് അങ്ങനെ ഉപയോഗിക്കില്ലെന്ന്? എനിക്കെതിരെ ഒരു പ്രതിപക്ഷം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. എന്നോടൊരു ഒരു മൃദുല സമീപനമൊന്നും ഇതുവരെ പ്രതിപക്ഷം കാണിച്ചിട്ടുമില്ല. ഞാനൊട്ട് അവരോടും മൃദുല സമീപനം എടുത്തിട്ടില്ല. ബജറ്റ് മാണിസാർ അവതരിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് അവർ അസംബ്ലിയിൽ ഒരു പ്രതിരോധം ഉയർത്തിയത് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന വിലയിരുത്തൽ മാണിസാറിനുണ്ട്. പിന്നെയില്ലേ, അത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതല്ലേ, ഭരണഘടനാപരമായ ഒരു കാര്യമല്ല. ഇതിനെ തടസ്സപ്പെടുത്തുന്നതിന് അവർക്ക് വേണമെങ്കിൽ ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയാൻ പാടില്ലേ, എന്നെ ആക്രമിക്കാമല്ലോ. ബഡ്ജറ്റ് അവതരിപ്പിക്കരുത്, അത് അവർക്ക് പറ്റിയൊരു മട്ടത്തരം. അതാണ് വെട്ടിത്തരമെന്ന് ഞാൻ പറയട്ടെ. കാരണം വെച്ചാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കരുതെന്ന് പറയാമോ? ബഡ്ജറ്റ് അവതരിപ്പിക്കണം, അത് ഭരണഘടനാപരമായ ചുമതലയാണ്. അത് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുക, അല്ലാതെ വ്യവസായ മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാനാണ്, വിദ്യാഭ്യാസ മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കൂ. അപ്പം ബഡ്ജറ്റുണ്ട് ആകണം. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ധനമന്ത്രിയായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ചുമ്മാ കയറി ഒന്നും ആലോചിക്കാതെ അങ്ങോട്ട് ഒരു പൊസിഷൻ എടുത്തു. അത് പിന്നെ ഒന്ന് പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഉതപ്പാ മോട്ടോർ സൈക്കിളിൽ കയറി പോലെ കയറി, പക്ഷേ ഇറങ്ങാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ പറഞ്ഞു പോയില്ലേ, സമരമായി. ഇനി എന്താ ചെയ്യുന്നത്? നിർത്താൻ നോക്കുമോ? വലിയൊരു വിഷമത്തിൽ പ്രതിപക്ഷം ചെന്ന് അകപ്പെട്ടു. അതെ, അവരങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ എന്തായാലും ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് തീരൂ എന്നൊരു വാശി മാണിസാറിനുണ്ടായിരുന്നു. അത് പിന്നെ ഒരു വല്ല വിഷമമുണ്ടോ? ഞാനവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഞാനിങ്ങോട്ട് വന്നു, ആ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വനിതാ മെമ്പർമാരെ ഇരുത്തി ഞാനവിടെ ബാക്കി സീറ്റിലേക്ക് പതുക്കെ ഒതുങ്ങി മാറി. അവിടെ നിന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു, സുഖമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പിന്നെ മുഴുവൻ വായിക്കണമെന്നില്ല, മേശപ്പുറത്ത് വെച്ച്. അതെ, പൊതുവെ സമാധാനപ്രിയനാണ് മാണിസാർ. പക്ഷേ ഈ ബജറ്റിൻ്റെ കാര്യത്തിൽ ആ സമാധാനപ്രിയത കണ്ടുവോ? വേണമെങ്കിൽ മാണിസാറിന് തീരുമാനിക്കാമായിരുന്നു, ഇത്രയും വലിയ പ്രശ്നമുണ്ടാകുന്നു, ക്രമസമാധാന പ്രശ്നം, നിയമസഭയിൽ സംഘർഷം, ഇതൊക്കെ ഒഴിവാക്കാൻ ഈ 12 ബജറ്റ് അവതരിപ്പിച്ച ഞാൻ അന്ന് അവതരിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്? ഞാൻ അവതരിപ്പിക്കുന്നില്ലെന്ന് പറയുന്നേക്കാൾ നല്ല ഞാൻ രാജിവെച്ച് പോയേക്കുക. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. അത്ര വല്ല വീരുവാണോ KM മാണി? അത് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവൂ? അല്ല, രാഷ്ട്രീയമായി അങ്ങനെ ഒരു പിൻവാങ്ങൽ പാടില്ല എന്നാണ് മാണി സാറിന്റെ പ്രത്യയശാസ്ത്രം. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സറണ്ടർ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ ന്യായമായ കാര്യങ്ങൾക്ക് ശരിയാണ്. പക്ഷേ ചുമ്മാ അനാവശ്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നാൽ, അനാവശ്യമായ ഡിമാൻഡ് വന്നാൽ നമ്മളതിന് വഴങ്ങി കൊടുക്കാവൂ. മാണി സാറ് തന്നെ ബജറ്റ് അവതരിപ്പിക്കണമെന്ന് UDF ഉൾപ്പെടെ ഉണ്ടായിരുന്ന നിർബന്ധം കൊണ്ട് ഇത്തരം അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ എന്നതിൽ എപ്പോഴെങ്കിലും വേദന ഉണ്ടായി? ഇതിനൊന്നും ഇല്ലാതെ മുമ്പിൽ എത്രയോ അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ബഡ്ജറ്റ് വലിച്ചേറി കളഞ്ഞിട്ടില്ല. നിയമസഭയിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഈ പ്രതിപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രമാണ്, അത് അവരുടെ ഒരു ശൈലിയാണ്. ഇപ്പം നിയമസഭയിൽ ഒരാൾ കണ്ടില്ലേ, മടക്കി കുത്തി ബെഞ്ചിൽ കയറി നിന്ന് അവിടുത്തെ നിയമസഭയുടെ ഉപകരണങ്ങൾ തല്ലിത്തകർത്തി. ഇതൊക്കെ പ്രതിപക്ഷം ലോകം മുഴുവൻ കാണുന്നില്ലേ? ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നിലവാരം ഇത്രമാത്രം അധപ്പതിച്ചല്ലോ. നമുക്ക് തന്നെ ഇത് നാണക്കേട് തോന്നി. നമ്മുടെ ഒരു സിസ്റ്റം അപമാനിതമായല്ലോ എന്ന് അവർക്ക് നമ്മൾ തന്നെ ലജ്ജ തോന്നിപ്പോയി. വാസ്തവം പ്രതിപക്ഷത്തെ നേതാക്കൾ പോലും ഒരു തീരുമാനമെടുത്തിരുന്നു, മാണിസാറിൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തിരുന്നു എന്ന് മാണിസാറിന് നേരത്തെ അറിയാമായിരുന്നു? എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ എൻ്റെ ദേഹത്തെ തൊടാൻ ഒക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേന്നത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഒരു മാനസികാവസ്ഥയില്ല. ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. തലേ ദിവസം യാതൊരു ആശങ്കയുമില്ല. തലേ ദിവസം ഞാൻ പള്ളിയിൽ പോയി. കാരണം പിറ്റേ ദിവസം പള്ളിയിൽ പോയാലും വല്ല തടസ്സങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ വേണ്ട. പിന്നെ പള്ളിയുടെ മുമ്പിൽ പോലീസും കൊണ്ടുവന്ന് ഇടണമെങ്കിൽ എനിക്ക് അങ്ങനെ വേണ്ടെന്ന് വെച്ച് തലേ ദിവസം പള്ളിയിൽ പോയി. ഒരു ദിവസം നല്ല സുഖമായിട്ട് വന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മാണിസാറിനെ ഇപ്പോൾ ഭരണ നേതൃത്വവും മുന്നണി നേതൃത്വവും പിന്തുണയ്ക്കുന്നുണ്ടെന്നത് വാസ്തവമാണ്. പക്ഷേ ബജറ്റ് അവതരിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ആവശ്യമായതുകൊണ്ട് ആ കാര്യത്തിൽ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഈ ബാർ കോഴ കേസ് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും ഭരണപക്ഷത്തു നിന്ന് പിന്തുണ ഉണ്ടായതായി കണ്ടില്ല. എന്തുകൊണ്ടാണത്? അതെങ്ങനെ ജോണിയുടെ അഭിപ്രായം അങ്ങനെ അഭിപ്രായം ഉള്ളവരുമുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാം. അല്ല, ഇപ്പം അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് പിന്തുണയ്ക്കുക എന്നൊരു അഭിപ്രായമുണ്ടോ? ഞാനങ്ങനെയൊന്നും അതിനൊന്നും ഉത്തരം പറയാം. ലീവ് ഇറ്റ് എലോൺ, അൺആൻസേർഡ്. അതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യം. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ മാണി സാറിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോഴും അതേ പിന്തുണ തന്നെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിൽ നിന്ന് ഇല്ല എന്ന വ്യാഖ്യാനത്തിന് എന്തെങ്കിലും അടിസ്ഥാനം? എനിക്കങ്ങനെ അവിടെ 2 ഗ്രൂപ്പുണ്ടെന്ന്, ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണെന്ന്, വേറൊരു ഗ്രൂപ്പ്, എനിക്കങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. ഞാൻ കോൺഗ്രസിനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാണുന്നുമില്ല, വീക്ഷിക്കുന്നുമില്ല. എന്നോടുള്ള സമീപനത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. കേസെടുത്തത് ശരിയല്ല എന്ന് മാണി സാറ് വാദിക്കുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതിലൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് വരുന്നില്ല. ഞാൻ ഉത്തരവാദിത്വം പറയുന്ന കാര്യമില്ലല്ലോ. രമേശ് അതൊക്കെ ആലോചിക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ ഗുഡ് കോൺഷ്യൻസ്,
ഐ ലീവ് ഇറ്റ് ടു ഹിം. അല്ല ഞാനിപ്പോൾ എന്താ അതിനെപ്പറ്റി പറയുന്നത്? ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമായിരുന്നതിനപ്പുറത്ത് എന്തെങ്കിലും രാഷ്ട്രീയം അതിലുണ്ട് എന്ന് ഞാൻ അതിലൊന്നും ഞാനിങ്ങനെ എന്നെ കേസിൽ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് ഉൾപ്പെടുത്തപ്പെട്ട ഞാൻ ഉടനെ അതിനെതിരായിട്ട് ഇങ്ങനെ അങ്ങനെ പറ്റി പറയുമ്പോൾ ഇതുകൊണ്ടുള്ള വിരോധം കൊണ്ടാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറയുന്നില്ല. പല പല രാഷ്ട്രീയ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയായി മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ ആക്രമണത്തിൻ്റെ ഫോക്കസ് ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം അത് KM മാണി ആയപ്പോൾ മറ്റു പലർക്കും ഇപ്പോൾ അതൊരു സൗകര്യമായി എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്നേ. എനിക്കിപ്പോൾ ഞാൻ അങ്ങനെ ഒരു പത്മവ്യൂഹത്തിനട് അകത്താണ് നടുക്കാണെന്ന് എനിക്കൊരു ചിന്താഗതിയില്ലല്ലോ. എന്നെ ലേശം പോലും സ്പർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നത് എനിക്കറിഞ്ഞുകൂടാ. മന്ത്രിസ്ഥാനം വരെ മതിക്കേണ്ടതാണ്. പക്ഷേ എനിക്കെങ്ങനെ മന്ത്രിസ്ഥാനത്ത് അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുക, സ്ഥാനത്തിന് വേണ്ടി മനസാക്ഷിയെ ബലി കൊടുക്കുക, അങ്ങനെ ഏർപ്പാടില്ല. മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കും. 3 പതിറ്റാണ്ടിലേറെയായിട്ട് മാണി സാറിനെ അടുത്ത് നിന്ന് വീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും വലിയ ഒരു പ്രതിസന്ധി മാണി സാറിനെ വ്യക്തിപരമായി തന്നെ ഉലച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയും? ഇത്രയും വലിയൊരു പ്രതിസന്ധി എനിക്കിപ്പോൾ ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ എന്തേലും പറയും, പിന്നെ ഇത് കൂടുതലും പറയല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ രാഷ്ട്രീയത്തിലുണ്ടോ, നമ്മൾ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുകയാണോ, കൂടുതൽ വരും. അപ്പം ഇത് വരികയെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. വന്നാൽ അപ്പോഴപ്പോഴും ഇതൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ വെച്ചോണ്ടിരിക്കരുത് മനസ്സിൽ. അതെനിക്കൊരു ഗുണമുള്ളതാവാം. ഞാൻ ഇങ്ങനെയുള്ളതൊന്നും മനസ്സിൽ വയ്ക്കുകയോ അതെൻ്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുകയോ ചഞ്ചലപ്പെടുത്തുകയോ ഒന്നും ചെയ്യല. എൻ്റെ മാനസികാവസ്ഥ സമചിത്തതയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാനിതൊന്നും 50 വർഷമായിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെ ആണ് എന്നതിൽ എന്തെങ്കിലും സംശയമാണ്? എൻ്റെ ജോണി ലൂക്കോസ്, ഞാൻ പറഞ്ഞു ഇതൊരു പ്രതിസന്ധിയല്ല. അപ്പോൾ ഇതിലും വലിയൊരു പ്രതിസന്ധി എൻ്റെ 50 വർഷത്തെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സുതാര്യമാണ്, സംശുദ്ധമാണ്. ഞാൻ ഇതുവരെയും ഈ കൈക്കൂലി എന്ന് പറയുന്നത്, ബ്രൈവ് എന്ന് പറയുന്ന അഴിമതി എൻ്റെ ശരീരത്തെ തൊട്ട് തീർത്തിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. എനിക്കത് നല്ല ആത്മവിശ്വാസമല്ലേ. അല്ലെങ്കിൽ എന്നെ ഒന്നും ഇങ്ങനെ ഈ 12 തെരഞ്ഞെടുപ്പിലൊന്നും എൻ്റെ നാട്ടുകാരൊന്നും എന്നെ അങ്ങനെ ജയിപ്പിക്കുകയൊന്നുമില്ല. അവരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അഴിമതിയൊന്നും എന്നെ അത് കാണിച്ച് പേടിപ്പിക്കാനും എന്നെ അത് പ്രതിക്കൂട്ടി നിർത്താനും ഒക്കെയല്ല. പിന്നെ ആർക്കിങ്ങനെ വിളിച്ചു പോവാം, ആർക്കും ഒരു വാറുടമയ്ക്ക് വന്നെന്ന് ഒരു വാറുടമയുടെ ഒരു പ്രഖ്യാപനം അതും വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രതിപക്ഷം നടക്കുക. ആ വാറുടമയും പ്രതിപക്ഷവും തമ്മിൽ ഒരു അവിശുദ്ധമായ ഒരു ആലോചനയും എങ്ങനെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതിനപ്പുറത്ത് ഒരു ഇമേജ് കൂടി നോക്കിയിരുന്ന ആളാണ് മാണി സാർ. ആ മാണി സാറിന് പാലായ്ക്ക് പുറത്തുള്ള ആളുകൾ മാണി സാറിനെ കുറിച്ച് ഇപ്പോൾ എന്ത് വിചാരിക്കുമെന്ന്, പാലായ്ക്ക് പുറത്തുള്ള ആളിനെ പറ്റി എന്നെപ്പറ്റി ഒരു കുഴപ്പമില്ല. 100 ഫോൺ വന്നുകൊണ്ടിരിക്കുക. മാണി സാറേ അധൈര്യപ്പെടരുത്, ഗോ ഹെഡ് അധൈര്യപ്പെടരുത്, മുന്നോട്ട് പഴയ മാണി സാറിനെ ഞങ്ങൾക്കറിയാം എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. ഇന്ന് രാവിലെ ഒരാൾ വന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നീ പൊക്കോ, എനിക്കൊരു അധൈര്യവും ഇല്ല. അപ്പോൾ ഇതാണ് ജനങ്ങൾ, ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ഒരു ധാരണയും വിചാരവും ഇതാണ്. ബഹുജനങ്ങൾക്ക് എന്നെ പറ്റി ഒരു മോശമായി അപ്പൊ നമ്മൾ പറയല്ലോ മണിയടി എന്ന് പറയുന്നത് പോലെ അതൊരു തരം മാണിയടിയായിട്ട് മാത്രം തള്ളിക്കളയണ്ടേ? പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും രണ്ടഭിപ്രായമുണ്ട്? ഇല്ല, രണ്ടഭിപ്രായമില്ല. ഒരുപക്ഷെ മാണി സാറിനെ പോലെ ഇത്രയും സീനിയറായ ഒരു നേതാവിനോട് മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ടാവുമോ അവരൊന്നും മിണ്ടായിരിക്കും? ഒരു വിഷമമില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ദൗർബല്യമില്ല. ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാൻ പ്രാപ്തിയുള്ള നേതാക്കന്മാരാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത്. പക്ഷേ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുമില്ല, രണ്ടഭിപ്രായവും ഇല്ല. പി എ ജോസഫ് മൗനം അവലംബിക്കുകയായിരുന്നു എന്നൊരു ആക്ഷേപം ആദ്യ സമയത്തുണ്ടായിരുന്നു. പി എ ജോസഫിൻ്റെ മനസ്സ് 100% മാണി സാറിനൊപ്പമായിരുന്നു. പി എ ജോസഫ് നല്ല വ്യക്തിത്വമുള്ള ഒരാളല്ലേ. അങ്ങനെ ഒരു മൗനം അവലംബിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഉള്ളെങ്കിൽ ഉള്ളത് പറയും, ഉള്ളത് മനസ്സിൽ ഉള്ളത് മുഖത്ത് പ്രതിഫലിക്കും. പി ജോസഫ് എന്താ ഇക്കാര്യത്തിൽ വളരെ നല്ല നിലപാട്, വളരെ ഉത്തമമായ നിലപാടാണ് പി ജോസഫ് എടുത്തിരിക്കുന്നത്. UDF-നോട് മാണി സാർ ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി അഥവാ അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പോലത്തെ കാര്യങ്ങൾ ആയുധമാക്കുമോ? അങ്ങനെ ഒരു ആയുധമാക്കുകയോ ഒന്നും ആവശ്യമില്ല. ഒരു ഭീഷണിയുടെ കാര്യം ആവശ്യമില്ല, ഭീഷണിയുടെ സ്വരവും ആവശ്യമില്ലല്ലോ. സത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ ഒന്നുണ്ട് എന്നത് ഓർക്കുന്നത് നല്ലതാണ്. രാജ്യസഭയെ വെച്ചൊന്നും കളിക്കണ്ട. നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളോട് തീരുമാനമെടുക്കാൻ. നേരെ പോ, നേരെ വാ, അല്ലേ? ഇതൊക്കെ വേണമെങ്കിൽ വല്ല വിഷമമുണ്ടോ? മന്ത്രിസ്ഥാനം എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിയാൻ മേലേ, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറാൻ മേലേ, അത് വല്ല കാര്യമുണ്ടോ? പക്ഷേ അതൊക്കെ വേണ്ട സമയത്ത് വേണ്ട നിലയിൽ
പ്രതികരിക്കാനും തീരുമാനമെടുക്കാനുള്ള ശക്തി ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഓരോന്നും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മന്ത്രിസ്ഥാനം ഒരു പരമപുരുഷാർത്ഥമാണെന്നും കെ എം മാണി ഞാൻ വിചാരിക്കുന്നില്ല? വിചാരിക്കുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസ്ഥാനം അത്രയ്ക്കൊന്നും വിലമതിക്കേണ്ട ഒന്നല്ല. മന്ത്രിസ്ഥാനം വിലമതിക്കേണ്ടതാണ്. പക്ഷേ എനിക്കെങ്ങനെ മന്ത്രിസ്ഥാനത്ത് അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുക, സ്ഥാനത്തിന് വേണ്ടി മനസാക്ഷിയെ ബലി കൊടുക്കുക, അങ്ങനെ ഏർപ്പാടില്ല. മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊന്നും നമുക്കൊരു മനസാക്ഷി കടിയൊന്നും ഈ കാര്യത്തിലില്ല. പക്ഷേ അത് രണ്ടും രണ്ടാണ്. എൻ്റെ പേരിൽ ഈ കേസ് ആവശ്യമില്ലായിരുന്നു, അനാവശ്യമായ കേസാണ്. നിയമപരവും ധാർമ്മികവുമായ ഈ കേസ് ആവശ്യമില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിന്നല്ല, എനിക്കതിൽ പരാതിയില്ല. നിയമത്തിന് വഴിക്ക് പോയിക്കോട്ടെ, അന്വേഷണത്തിന് വഴിക്ക് പോയിക്കോട്ടെ, ഞാൻ സഹകരിക്കും. ഇനി ഈ കേസിൽ കുറ്റപത്രം വന്നില്ലെങ്കിൽ തന്നെ അത് മറ്റൊരു വിവാദമാവും. അത് എന്തെങ്കിലും ആവട്ടെ, അതിപ്പം നമുക്ക് ഇനി അതിലേക്ക് കിടക്കണ്ട. അതാണ് അതിന് പോലീസുണ്ട്, കോടതിയുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അത് നല്ല നിലയിൽ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ അതൊക്കെ നമ്മൾ മീഡിയയിൽ കൂടെ ചർച്ച ചെയ്ത് വഷളാക്കണ്ടല്ലോ. ഈ ബഹളത്തിനും വിവാദങ്ങൾക്കും എല്ലാം ഇടയിലാണ് ഇന്ത്യയിലെ ധനകാര്യമന്ത്രിമാരുടെ എംപവേർഡ് കമ്മിറ്റിയുടെ ചെയർമാനായത്. അരുൺ ജെയ്റ്റ്ലിക്ക് ആ ഉത്തരവാദിത്തത്തെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനം. മാണി സാറിനെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ആരായിരിക്കണം നമ്മുടെ ചെയർമാൻ എംപവേർഡ് കമ്മിറ്റിയുടെ? ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനെ ചോദിച്ചു. എല്ലാവരും പറഞ്ഞു അതൊരു കാര്യം ചെയ്യേ, ഇനിയിപ്പോൾ അങ്ങനെ ചോദിക്കണ്ട, അത് പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ, എംപവേർഡ് കമ്മിറ്റി ചെയർമാൻ തന്നെ അതിനെ തീരുമാനമെടുത്തു, ഫിനാൻസ് മിനിസ്റ്റർ തന്നെ തീരുമാനമെടുത്തു എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അങ്ങോട്ട് അധികാരപ്പെടുത്തുക ചെയ്ത് ഞങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് എന്നോടും ചോദിച്ചു. മാണി ഇങ്ങനെ യു ആർ എ വെറ്ററൻ, ഇങ്ങനെയാണ് പറഞ്ഞത്, യു ആർ എ വെറ്ററൻ, വാട്ട് ഈസ് യുവർ റിവ്യൂ അബൌട്ട് ഇറ്റ്? ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ലെഫ്റ്റ് യു, ഐ നോ അതർ, ഇറ്റ് ഈസ് ലെഫ്റ്റ് യു ക്യാൻ ടേക്ക് എനി ഡിസിഷൻ. ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞ് അദ്ദേഹം തീരുമാനിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ അങ്ങനെ ഫോണിൽ വിളിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ മാണിയെ തന്നെ ചെയർമാനായി തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ, ഐ അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഇത് മൂലം വന്ന് നിക്ഷിപ്തമായിരിക്കുന്നത്. അതെ, അപ്പോൾ അതിലും വലിയ ഉത്തരവാദിത്വമാണ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി നന്നായി നോക്കി നടത്തുക എന്നത്. വലിയ ഒരു പ്രശ്നത്തിലല്ലേ അത്? ഇതുവരെ ധനകാര്യമന്ത്രി ആയിരുന്നിട്ട് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ സ്റ്റേറ്റിൻ്റെ? അപ്പോൾ സ്റ്റേറ്റിൻ്റെ ധനകാര്യം നോക്കണം, ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റുകളുടെ താല്പര്യം നോക്കണം, കേന്ദ്രത്തിൻ്റെ താല്പര്യം നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വേണം എനിക്ക് ഓരോ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി തീരുമാനമെടുക്കേണ്ടതും. അതാണ് ഞാൻ വലിയൊരു ഉത്തരവാദിത്വം എന്നിൽ വന്നിരിക്കുന്നു. പക്ഷേ ഏറ്റവും അവസാനത്തെ ഈ വർഷം സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് വളരെ മോശമായ അവസ്ഥയിലല്ലേ? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? മോശമായ അവസ്ഥയ്ക്ക് അങ്ങനെയല്ലല്ലോ ഉത്തരവാദിത്വം. വരുമാനം, ഞാൻ എപ്പോഴും പറയും, വരുമാനം അരിത്മെറ്റിക്കൽ പ്രപ്പോർഷനിലും ചിലവ് ജിയോമെട്രിക്കൽ പ്രപ്പോർഷനിലാണ് വർദ്ധിക്കുക. ചിലവ് ഇങ്ങനെ അങ്ങ് പോകും, വരുമാനത്തിന് അതിരില്ലേ. പിന്നെ വരുമാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളൊരു കുഴപ്പമില്ല വെച്ചാൽ ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗണിൻ്റെ ഫലമായിട്ട് കേരളത്തിലെയും അത് ബാധിച്ചിട്ടുണ്ട്. വരുമാനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, ബിസിനസ് ആക്ടിവിറ്റി കുറഞ്ഞു, അപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കുറഞ്ഞു, വാഹന വിൽപ്പന വാങ്ങൽ കുറഞ്ഞു. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റിയും ഇങ്ങനെയൊക്കെയുള്ളത് കുറയുമ്പോൾ നമ്മുടെ സെൽ ടാക്സ് വരുമാനം കുറയുന്നു, നികുതി വരുമാനം വളരെയധികം ശോഷിക്കും ഇതിൻ്റെ ഫലമായിട്ട്. അപ്പം അത് വകുപ്പിൻ്റെ എന്തെങ്കിലും തെറ്റോ ഡിപ്പാർട്ട്മെൻറ്റ് തെറ്റോ അല്ല, മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ വരുമാനത്തിൽ കുറവ് വരുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിനുള്ള വരുമാനത്തും കുറഞ്ഞു. അതുകൊണ്ട് കേന്ദ്രം ഇങ്ങോട്ട് തരേണ്ട വിഹിതവും കുറഞ്ഞു, ഇങ്ങോട്ട് തരേണ്ട വിഹിതവും കുറച്ചു. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വെട്ടിക്കുറച്ചു, ആ സ്കീംസിനുള്ള രൂപയും കുറച്ചു. എല്ലാ നിലയിലും നമുക്ക് വരുമാന സ്രോതസ്സുകൾ മുമ്പുണ്ടായിരുന്നത് അടഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കേണ്ട ചെലവ് ചുരുക്കൽ വേണ്ട വിധം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രമകരമായി നമുക്ക് ഒരു ജോലിയാണ്. ചെലവ് ചുരുക്കേണ്ടിയിരിക്കുന്നു. ചെലവ് ചുരുക്കലിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. അതെല്ലാവരും കൂടി സഹകരിച്ചെങ്കിലേ ഉള്ളൂ നമുക്കത് വിജയിക്കാനായിട്ടുള്ളൂ. പാർട്ടിയിലും മുന്നണിയിലും സാമ്പത്തിക സ്ഥിതിയിലും ഒക്കെ ഒരു പ്രതിസന്ധിയുണ്ട്, ഒരുതരം പീഡാനുഭവം. ഈ പീഡാനുഭവത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാനാണ് സാർ ആഗ്രഹിക്കുന്നത്? പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും രണ്ടാം മിക്സ് ചെയ്യേണ്ട, അതങ്ങ് മാറ്റി. പാർട്ടിയിലൊരു പ്രതിസന്ധിയില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഗവൺമെൻറ്റിലും പ്രതിസന്ധിയില്ല. ഗവൺമെൻറ്റിൽ പ്രതിസന്ധിയില്ല, വരുമാനത്തിനനുസരിച്ചല്ല ചെലവ് കൂടി വരുന്നു. ഇപ്പോൾ ഓരോ മന്ത്രിസഭ കൂടുമ്പോഴും പുതിയ പുതിയ തീരുമാനങ്ങളാണ്. ബഡ്ജറ്റിൽ വിഭാവന ചെയ്യാത്ത പുതിയ പുതിയ തീരുമാനങ്ങളാണ് വരുന്നത്.
അപ്പോൾ പുതിയ പുതിയ മെഗാ പ്രോജക്ട്സാണ്. വിഴിഞ്ഞം മെഗാ പ്രോജക്റ്റ്, മെട്രോ മെഗാ പ്രോജക്റ്റ്, കണ്ണൂർ വിമാനത്താവളം മെഗാ പ്രോജക്റ്റ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ മെഗാ പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുക. അതിനെല്ലാം രൂപ ഉണ്ടാക്കണം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഞാൻ ഇതുവരെ കേരളത്തിൻ്റെ മെഗാ പ്രോജക്ട്സിനൊക്കെ പണം അങ്ങോട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും പണമില്ല എന്നുള്ള നിലയ്ക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. പണത്തിൻ്റെ പരിമിതിയുണ്ട്, പക്ഷേ ആവശ്യമുള്ളതിന് പണം കൊടുക്കാതെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഈ പീഡാനുഭവങ്ങൾക്ക് ശേഷം ഒരു ഉയർപ്പുണ്ടാവുമോ? പീഡാനുഭവം ഇല്ലല്ലോ. പിന്നെ ഇപ്പം ഉയർപ്പെന്ന് പറഞ്ഞ പ്രത്യാശയാണ്. എപ്പോഴും ഈ ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഒരു ഇതാണ്. എപ്പോഴും നമുക്ക് പ്രത്യാശ ഉണ്ടായി ഇതിനേക്കാൾ ബെറ്ററാണ് വരാൻ പോകുന്ന കാലം. കേരളത്തിന് ശോഭനമായ ഒരു ഭാവി, ഒരു വികസിത കേരളം, അതാ നമുക്ക് അപ്പോൾ ആ പ്രത്യാശ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ പ്രത്യാശ എനിക്കുണ്ട്. അപ്പോൾ പ്രത്യാശയുടെ പ്രത്യയശാസ്ത്രം രക്ഷിക്കട്ടെ. വളരെ നന്ദി.